ഇത് വളരെ ഒരു പ്രത്യേകതയുള്ള സന്തോഷകരമായ ഒരു ഇൻ്റർവ്യൂ ആണ് എന്നെ സംബന്ധിച്ച് ദ വ്യൂ മീഡിയയ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ജോബിനും സാമച്ചായനും ഒക്കെ ജോലിച്ചായനും ഒക്കെ ഒന്ന് ഇത് റിക്വസ്റ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയുള്ള ഒരു കോൺവെർസേഷൻ ആയിക്കൂടാ എന്ന് വന്നപ്പോൾ ഞങ്ങളിരിക്കുകയാണ്. സുധ പത്മജ ഫ്രാൻസിസ് ഒരു സ്കോളറാണ്, ഫിലിം മേക്കറാണ്. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഒരുമിച്ച് സിനിമകൾ ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ ഞാൻ പട എന്ന് പറയുന്ന മലയാളത്തിൽ ഉണ്ടായ ഒരു ഫീച്ചർ സിനിമ ചെയ്തപ്പോൾ സുധയായിരുന്നു അതിൻ്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത്, എൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട് ഉണ്ടായിരുന്നത്. അതിനുശേഷം സുധ ചെയ്ത ഒരു മൂന്നാമത്തെ ഡോക്യുമെൻ്ററിയിൽ ഞാനും ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിനകത്ത് പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടും അതിൻ്റെ ക്യാമറ ചെയ്തുകൊണ്ടും ഒക്കെ ആയിട്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു സിനിമ എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ സുധയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് ഞാൻ കമലിൻ്റെ അടുത്ത സിനിമ കാണുമ്പോൾ, ID കാണുമ്പോൾ, ഞാൻ കമലിനെ അറിയുന്ന ഒരു വ്യക്തിയെ അല്ലായിരുന്നു. IFFKയിൽ യാദൃച്ഛികമായിട്ടാണ് ID എന്നുള്ള സിനിമ കാണുന്നതും. അപ്പോൾ ഒരു വ്യൂവറിൽ നിന്ന് തുടങ്ങി പിന്നീട് കൂടുതൽ അറിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പം ശരിക്കും കേരളത്തിലൊരു പൊതുമണ്ഡലത്തിൽ സിനിമയെ കാണുന്ന ഒരു രീതി, സിനിമയെ മനസ്സിലാക്കുന്ന ഒരു രീതിയിൽ അതിൻ്റെ ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രീയവും അതിൻ്റെ ഒരു കാവ്യാത്മകത, അതിൻ്റെ ഫോം അല്ലെങ്കിൽ അതിൻ്റെ പോയറ്റിക്സും വളരെ സെപ്പറേറ്റ് ആയിട്ട് കാണുന്ന ഒരു രീതിയാണ്. എന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ നമ്മൾ സിനിമേനെ ഇത് റിയലിസ്റ്റ് സിനിമയാണ്, അങ്ങനെ വളരെ ചില കൽപ്പനകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമുക്ക് പൊതുവെ കാണാൻ പറ്റുന്നത്. പക്ഷെ കമലിൻ്റെ സിനിമ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആ സിനിമേൻ്റെ ഫോം തന്നെ പൊളിറ്റിക്കൽ സിനിമ എന്ന് പറയാവുന്ന സിനിമകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് നമ്മൾ കണ്ട ലോക സിനിമയിൽ കോസ്റ്റ ഗവറാസ് തൊട്ട് പലതരം ഫിലിം മേക്കേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫോമാണ്. പക്ഷെ അതിനെക്കുറിച്ച് ഉള്ളൊരു ഡിസ്കഷൻ നമ്മൾ പൊതുവെ കാണില്ല. ഇതിനെ വളരെ സെപ്പറേറ്റ് ആയിട്ടാണ് ഡിസ്കഷൻസ് ഉണ്ടാവുന്നത്. എന്ന് വെച്ചാൽ ഒരു സിനിമയിലെ റെപ്രസെൻറ്റേഷൻ എന്താണ്, അല്ലെങ്കിൽ ഒരു സിനിമേൻ്റെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് വളരെ അതിൽ നിന്ന് അടർത്തി മാറ്റിയിട്ടാണ് പലപ്പോഴും അതിനെക്കുറിച്ചുള്ള കോൺവെർസേഷൻസ് ഉണ്ടാവുന്നത്. അതിനെക്കുറിച്ച് ഒരു പൊളിറ്റിക്കൽ ഫിലിം മേക്കർ എന്നുള്ള നിങ്ങൾക്ക് എന്താണ് കമലിന് പറയാനുള്ളത്? കാരണം അത് എപ്പോഴും എനിക്ക് തോന്നുന്നത് സിനിമയെ കുറിച്ചിട്ടുള്ള ചർച്ചയും എഴുത്തും ഒക്കെ ആ രീതിയിൽ പലപ്പോഴും ഇങ്ങനെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഏകപക്ഷീയമായിട്ട് പോയിട്ടുണ്ട്. അത് എപ്പോഴും അതിൻ്റെ തീമിനെ കുറിച്ചോ അല്ലെങ്കിൽ അത് ഉന്നയിക്കുന്ന പ്രശ്നത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ കഥാതന്തുവിനെ കുറിച്ചിട്ടോ മാത്രമായിരിക്കുകയും ആ സിനിമ എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് അല്ലെങ്കിൽ അത് ഒരുക്കുന്ന അതിൻ്റെ ഫോമിനെ കുറിച്ചിട്ട് ഉള്ള ചർച്ചകളിലേക്ക് ഒരിക്കലും പോകാറില്ല. പക്ഷേ എന്നാൽ നമ്മൾ കണ്ടിട്ടുള്ള പലതരം സിനിമകൾ, ഇപ്പോൾ മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള സിനിമകൾ ഇപ്പോൾ 50കളിലും 60കളിലും 70കളിലും ഒക്കെ ഉണ്ടായിട്ടുള്ള നവോത്ഥാനത്തോട് ചേർന്ന് നിന്നിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിഫോമിസ്റ്റ് ആയിട്ടുള്ള ഒരു ആസ്പിറേഷനിൽ ഉണ്ടായിട്ടുള്ള സിനിമകൾക്കെല്ലാം ഇത്തരത്തിലുള്ളൊരു അംബിഷൻ കൂടി ഉണ്ടായിരുന്നു. അതായത് പുതുതായ ഒരു ഫോം മുന്നോട്ട് വയ്ക്കുക, അതായത് നമ്മൾ സാധാരണ കണ്ട് വന്നിട്ടുള്ള ഒരു മ്യൂസിക്കൽ എന്ന് പറയുന്ന ഒരു ജോണറിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു ജോണറിനെ തന്നെ പുതുക്കുന്ന രീതിയിലേക്ക് ഉള്ള സിനിമകൾ കൊണ്ടുവരിക എന്നുള്ളത് ഇപ്പോൾ നമ്മൾ രാമുകരിയേട്ടൻ്റെയോ അല്ലെങ്കിൽ അതിനു മുമ്പ് ബാലൻ മുതലോ ന്യൂസ് പേപ്പർ ബോയ് മുതലുള്ള അതിൽ പുറകോട്ടൊക്കെ അല്ലെങ്കിൽ അവിടെ നിന്ന് മുതലുള്ള ആ ഒരു ജേണിയിലൂടെ നമ്മളത് കാണാം. അപ്പോൾ അതിന് ഡെഫിനറ്റ്ലി ഇപ്പോൾ ലോക സിനിമയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില റിഫ്ലക്ഷൻസ് അതിലും നമുക്ക് കണ്ടെത്താൻ പറ്റുമായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ നിയോ റിയലിസ്റ്റ് സിനിമകളുടെ ഒരു ഹെവി ഇൻഫ്ലുവൻസ് പ്രത്യേകിച്ച് ഇന്ത്യൻ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. കാരണം നമ്മളുടെ ഇന്ത്യൻ സിനിമയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ പർട്ടിക്കുലർലി മലയാള സിനിമയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമൂഹത്തോട് തിരിഞ്ഞ് അല്ലെങ്കിൽ സമൂഹത്തോട് നേർക്ക് നിന്നുകൊണ്ട് അതിനെ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ഒരു ആവിഷ്കരണ ഉപാധിയായിട്ട് കൂടിയാണ് ജനം സിനിമയെ കണ്ടത്. അത് ആ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ കണ്ടത്, ആ സിനിമ കണ്ട ആസ്വാദകനും അല്ലെങ്കിൽ കാഴ്ചക്കാരനും ആ ഒരു ആസ്പിറേഷനിൽ ആണ് ഒരുമിച്ച് വന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ അതിനെ കുറച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ അത്
ഒരു പോയിൻ്റൊക്കെ കഴിയുമ്പോഴേക്കും അത് ഈ പറഞ്ഞ മാതിരി പരിചിതമായ ചില സംജ്ഞകളിൽ കുടുങ്ങി പോകുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അത് ഇപ്പോൾ റിയലിസത്തെക്കുറിച്ച് ഉള്ള ചർച്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് അതാണ് തോന്നുക. എന്താണ് റിയലിസം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എല്ലാവരും മുമ്പ് സിനിമാ വെരിറ്റിയെ കുറിച്ചിട്ട് പറയുമ്പോൾ ഏതോ ഒരു ഫിലിം മേക്കർ പറഞ്ഞ പോലെ, നിങ്ങളൊരു ക്യാമറ എടുത്ത് ഒരാളുടെ പുറകെ 1.5 മണിക്കൂർ നടന്നാൽ നിങ്ങൾക്കൊരു സിനിമ ഉണ്ടായി എന്ന് പറയുമ്പോൾ, സിനിമ ഉണ്ടാവുകയോ ഇല്ലയോ എന്നുള്ളതല്ല, സിനിമ ഉണ്ടാവുകയായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ചാൻസസിലൂടെ ആ സിനിമ ചിലപ്പോൾ ഒരു നല്ല സിനിമയായി ഭവിക്കുകയും ചെയ്യുമായിരിക്കും. പക്ഷേ അങ്ങനെ നമുക്ക് ഒരു 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 ചിന്തയില്ലാതെ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് മാത്രം ചെയ്യുന്ന ഒന്നാണ് റിയലിസം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷനിലേക്ക് വരുമ്പോഴാണ് അത് എന്നെ സംബന്ധിച്ച് അതൊരു കുഴപ്പമായിട്ട് തോന്നുന്നത്. കാരണം ആ റിയലിസം എന്ന് പറയുന്നതും ഒരു 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 എസ്തറ്റിക് സ്കീമാണ്, അല്ലെങ്കിൽ അതിന് ഒരു 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 പദ്ധതി ഉണ്ട്, ഒരു ചിന്തയുണ്ട് എന്നുള്ള ഒരു ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നേരെ തിരിച്ച് ഇപ്പോൾ സുധയുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ നോൺ ഫിക്ഷൻ സിനിമയിൽ കൂടുതൽ പ്രാക്ടീസ് ഉള്ള ഒരാൾ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് അതിനെ സുധ കാണുന്നത്? എല്ലാ സിനിമയും, അത് നോൺ ഫിക്ഷൻ ആണെങ്കിലും ഫിക്ഷൻ ആണെങ്കിലും, അതിന് ഒരു സ്കോളേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള വാണക്കാണ് ഇൻഡെക്സിക്കൽ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് പറയാം. എന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ ഒരു ക്യാമറ വെച്ചപ്പോൾ നമ്മളെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ നമ്മുടെ ദേഹം ഈ കണ്ണട തുടങ്ങി ഈ വാച്ച് എല്ലാത്തിൻ്റെ മേലെ വെളിച്ചം വീണിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ആ റിഫ്ലക്ഷൻ ആണല്ലോ പിന്നെ ഇമേജായി മാറുന്നത്. ആ ക്യാപ്ചർ ചെയ്യുന്ന ലൈറ്റാണ്. അപ്പം ഈ പ്രസൻസ് ഇല്ലേ, നമ്മളുടെ ശരീരങ്ങളുടെ ഓബ്ജക്ട്സിൻ്റെ പ്രസൻസ്, ആ പ്രസൻസാണ് ശരിക്കും സിനിമേൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്. ആൻഡ്രേ ബസാർ തുടങ്ങി കഹിർദു സിനിമയിൽ ഗോദാർ തുടങ്ങി എല്ലാവരും വായിച്ചും എഴുതിയിട്ടും ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഇൻഡെക്സിക്കൽ ആയിട്ടുള്ള ക്വാളിറ്റി. അതിപ്പം ഞാൻ ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും ഒരു ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്യുമ്പോൾ ആ ഓബ്ജക്ട്സ്, ആ മനുഷ്യരുടെ പ്രസൻസ് എന്തായി മാറുന്നു എന്നുള്ളത്. അപ്പം നോൺ ഫിക്ഷൻ സിനിമയിൽ അത് കുറേയും കൂടിയും കുറേയും കൂടിയും സ്റ്റാർക്കാണ് ആ എൻകൗണ്ടർ. ആ മുന്നിലും പിന്നിലുമായിട്ടുള്ള എൻകൗണ്ടർ ഡെഫിനറ്റ്ലി വളരെ കുറേ കൂടിയും സ്റ്റാർക്കാണ്. കാരണം നമ്മൾ എപ്പോഴും ഒരു ക്ലെയിം ഉണ്ടല്ലോ, ട്രൂത്ത് എന്നുള്ള ഒരു ക്ലെയിം ഉണ്ട്. ഫിക്ഷനിൽ അത് ഈസിലി ചിലപ്പം നമുക്ക് അല്ല ഇത് ഞാൻ ഫിക്ടീഷ്യസ് ആയിട്ട് ഉണ്ടാക്കിയതാ എന്ന് പറയാം. അതിൻ്റേതായിട്ടുള്ള ഓഫ് കോഴ്സ് ട്രൂത്ത് ക്ലെയിംസ് ഉണ്ട്. പക്ഷെ ഡോക്യുമെൻ്ററി സിനിമ, ഇപ്പോൾ ഒരു ഡോക്യുമെൻ്ററി സിനിമ കാണാൻ ഉള്ളൊരു സ്ക്രീനിങ് ഓർഗനൈസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പം അത് വരുമ്പോൾ ഓൾറെഡി ആ സ്പെക്ടേറ്റർ, അത് കാണാൻ വരുന്ന ആളും ആ വിളിക്കുന്ന ആളും എന്ന് വെച്ചാൽ ആ ഫിലിം മേക്കറും ആ ഫിലിം ക്രൂവും തമ്മിലൊരു പാക്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ സത്യമുണ്ട് എന്നുള്ളതാണ്. ആ പാക്റ്റ് വളരെയധികം ഒരു ഒരു വളരെ ഹെവി ആയിട്ടുള്ള ഒരു പാക്റ്റാണ്. ഈ പറഞ്ഞ പോലെ അതിൽ എത്തിക്കലായിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള കൺസേൺസ് ഓൾറെഡി ഉണ്ട്. നിങ്ങളത് ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളല്ലാത്ത അല്ലെങ്കിൽ നിങ്ങളെപ്പോലും ഫിലിം ചെയ്യാൻ, ട്രൂ ആയിട്ടുള്ള സർക്കംസ്റ്റൻസസ് ഫിലിം ചെയ്യാൻ തീരുമാനിക്കുന്നത് തൊട്ട് വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, പൊളിറ്റിക്കലായിട്ടുള്ള എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ തന്നെ പലതരം ഫോംസ് ഉണ്ട്. ഡോക്യുമെൻ്ററി സിനിമ എന്ന് പറയുന്നില്ല, അതിൽ തന്നെ എങ്ങനെയാണ് ആരുടെ സത്യം, എങ്ങനത്തെ സത്യം എന്നുള്ളത് അല്ലാതെ തന്നെ അത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിന് നമ്മൾ ഇപ്പോൾ എൻ്റെ PhD ഇതിലും പറയാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ ആ പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ്. അത് ഡോക്യുമെൻ്ററി സിനിമ മാത്രമല്ല, നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പറയാം. ഏത് സിനിമയ്ക്കും ആ ഫിസിക്കലായിട്ടുള്ള പ്രോസസ്സില്ലേ, അതിലും രാഷ്ട്രീയം ഇരിക്കുന്നുണ്ടല്ലോ. നമ്മൾ എങ്ങനെ ആ സിനിമ ഉണ്ടാക്കിയെടുക്കുന്നു, എങ്ങനെയെന്ന് പറഞ്ഞാൽ വെറും ഓഫ് കോഴ്സ് ഹൈറാർക്കി, ആ റിലേഷൻഷിപ്സ്, അതൊക്കെ അല്ലാതെ തന്നെ ഈ ട്രൂത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തുന്നു എന്നുള്ളത്, ആ റിയൽ ആയിട്ടുള്ള പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻറ്റ്. അതിനെ റിയലിസമായിട്ട് നിർവചിക്കുന്ന ഇഷ്ടംപോലെ സ്കോളേഴ്സ് ഉണ്ട് ലോകത്ത്. മാർക്സിസ്റ്റ് ആയിട്ടുള്ള സ്കോളേഴ്സ്, ഫിലിം സ്കോളേഴ്സ്. ആ പ്രോസസ്സില്ലേ, നമ്മൾ ട്രൂത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ട്രൂത്തിലേക്ക് അറൈവ് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ റിയലിസം, അതിനെക്കുറിച്ച് ചിന്തിക്കാനാണ് എനിക്ക് ഇപ്പം കൂടുതൽ താല്പര്യം. കാരണം ആ ടെക്സ്റ്റുവലായിട്ടുള്ള കാര്യങ്ങൾ ഓഫ് കോഴ്സ് എല്ലാവരും വായിക്കുന്നതും നമുക്ക് അറിയുന്നതുമാണ്. പക്ഷെ ഈ എടുക്കുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ, നമ്മൾ ആസ് ഫിലിം മേക്കേഴ്സ്, ആസ് കൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ്, നമ്മൾ എടുക്കുന്ന ആ പ്രോസസ്സിനെ കുറിച്ച് കൂടുതൽ റിഫ്ലെക്സീവ് ആവാനും കൂടുതൽ കോൺഷ്യസ് ആവാനും
പിന്നെ സിനിമയോട് സ്പെസിഫിക് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ. കാരണം ഞാനിപ്പം ഒരു അക്കാഡമിക് പേപ്പർ എഴുതുന്നു, അല്ലെങ്കിൽ ഞാനൊരു എസ്സേ എഴുതുന്നു ഒരേ വിഷയത്തിനെ കുറിച്ച്, എന്നിട്ട് ഒരു സിനിമ എഴുതുന്നു, പക്ഷെ ഒരേ തരം ചോദ്യങ്ങൾ ആണോ നമുക്ക് അതിനോട് ചോദിക്കേണ്ടത് അതിന്റെ ഒരു മീഡിയം മാറുമ്പോൾ ആ ചോദ്യങ്ങളുടെ സ്വഭാവം മാറുന്നുണ്ട്. ഉറപ്പായിട്ടും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ സുധ ഫിക്ഷൻ നന്നായിട്ട് വായിക്കുകയും അല്ലെങ്കിൽ ഫിക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളായിട്ട് ഈ ഒരു നോൺ ഫിക്ഷനിൽ തന്നെയാണ് തൻ്റെ ഒരു 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 എന്താണ് പറയുക, ഒരു ഒരു കോറ് എന്നുള്ളത് തിരിച്ചറിയുന്നത് എവിടെ നിന്നാണ്? മുഴുവനായിട്ട് അതൊരു ചോയ്സ് ആണോ എന്നും എനിക്ക് ഉറപ്പില്ല. ഓഫ്കോഴ്സ് ഒരു ചോയ്സ് ആണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അക്കാഡമിക് ട്രെയിനിങ്, ഞാൻ ഇഫ്ലു ഹൈദരാബാദിലാണ് പഠിച്ചത്. അപ്പം ആ അക്കാഡമിക് ട്രെയിനിങ്ങിൻ്റെ ഒരു എക്സ്റ്റൻഷൻ കൂടിയാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ നോൺ ഫിക്ഷൻ സിനിമകൾ. എനിക്കിഷ്ടമുള്ള അല്ലെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ക്യൂരിയസ് ആയിട്ടുള്ള ചില എവറിഡേ ആയിട്ടുള്ള ഫോംസ് ഓഫ് ലേബർ, ഹിസ്റ്ററി, ഇതൊക്കെയാണ് എൻ്റെ സിനിമകൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ സുധ ചെയ്തിട്ടുള്ള സിനിമകളുടെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ, ആദ്യമായിട്ട് ഓർമ്മജീവികൾ എന്ന് പറഞ്ഞ 2019 ചെയ്ത കോഴിക്കോടിൻ്റെ സംഗീതവും ആ സംസ്കാരവും, ആ സംഗീതം ഉണ്ടാക്കുന്ന ഒരു സംസ്കാരവും, അത് ഏറ്റവും എല്ലാ തരത്തിലുള്ള മനുഷ്യരിലേക്ക് ആ സംഗീതം എങ്ങനെയാണ് ഇറങ്ങിച്ചെല്ലുന്നത്, ആ സംഗീതത്തിൻ്റെ സംസ്കാരം തന്നെ പല ഫോമുകളിൽ, അതായത് ഇപ്പോൾ പഴയ റെക്കോർഡുകൾ സൂക്ഷിക്കുന്ന ആളുകൾ മുതൽ, പഴയ റേഡിയോകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ മുതൽ, ഫുട്ബോളറായിരുന്ന ഒരാൾ എങ്ങനെ ഹിന്ദുസ്ഥാനി സംഗീതത്തിലേക്ക് എത്തിപ്പെട്ടു, എന്നിട്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഹിന്ദുസ്ഥാനി മ്യൂസീഷ്യനിൽ നിന്ന് പഠിച്ച് അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുടെ എന്നു വേണ്ട അത്തരത്തിലുള്ള സംഗീതവുമായി ബന്ധപ്പെട്ട വിവിധ ഓർമ്മകളുടെ ഒരു പുസ്തകം കൂടിയാണ് ഈ ഓർമ്മ ജീവികൾ എന്ന് പറയുന്ന ഈ സിനിമ. പിന്നെ രണ്ടാമത് ചെയ്തത് വാക്വേ എന്ന് പറയുന്ന നെയ്ത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വിരൽ നൂൽ ചരിതം, ഒരു ടെയിൽ ഓഫ് ത്രെഡ്സ് ആൻഡ് ഫിംഗേഴ്സ്. അതെ, അത് കണ്ണൂരിലെ നെയ്ത്ത് കോപ്പറേറ്റീവ് സംഘങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു സിനിമ. അതിൽ പണിയെടുക്കുന്ന ആളുകൾ, അവരുടെ ഒരു ആവിഷ്കാരം എന്താണ് എന്നുള്ളതായിരുന്നു. പിന്നീട് വാക്വേ, അത് ഓബർഹൂസൻ ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ത്യയിൽ നിന്ന് പോയ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സിനിമയായിരുന്നു. അത് എറണാകുളത്തെ ഒരു, അത് ശരിക്കും പൊതു ഇടങ്ങളെ കുറിച്ചിട്ടാണ്. പൊതു ഇടങ്ങളുടെ അവകാശി ആര് എന്നുള്ള ഒരു ചോദ്യം ആയിരുന്നു ആ സിനിമ. അത് എറണാകുളത്തെ ഒരു 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 വാക്വേ, മറൈൻ ഡ്രൈവിനോട് ചേർന്ന് അവിടെ ആ ഒരു സ്പേസിനെ കുറിച്ചും ആ സ്പേസിൽ വരുന്ന ആളുകളെ കുറിച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു. പിന്നീടാണ് ജിഞ്ചർ ബിസ്ക്കറ്റ്, അഗെയിൻ മലബാറിൻ്റെ ബേക്കിങ്ങിൻ്റെ ചരിത്രത്തെ കുറിച്ചിട്ടുള്ള ഒരു സിനിമ. അപ്പോൾ ആ സിനിമയിലേക്ക് എത്തുന്ന ഒരു, അപ്പോൾ ഈ സിനിമകളുടെയൊക്കെ ഈ ഒരു ഒരു തീമുകളിലേക്ക് എത്തിയ ആ ഒരു യാത്ര എന്തായിരിക്കും? അപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് ഒരു ഷോർട്ട് ഫിക്ഷൻ സിനിമയാണ്, എൻ്റെ ഡിസർട്ടേഷൻ ഫിലിം. അതിന് ആ വർഷം ഒരു നാഷണൽ അവാർഡ് കിട്ടുകയും ആ വർഷം തന്നെ ഓർമ്മജീവികൾ ഈ PSBTൻ്റെ ഒരു ഗ്രാൻഡ് പ്രപ്പോസൽ വിളിക്കുകയുണ്ടായി. ആ ഒരു ചെറിയ ഫെലോഷിപ്പ് കിട്ടുകയും അങ്ങനെ ഓർമ്മജീവികൾ എന്നുള്ളത്, കാരണം ഞാൻ കോഴിക്കോട് ജനിച്ച് വളർന്ന ഒരാളെന്നുള്ള നിലയ്ക്ക്, പിന്നീട് കേരളത്തിൻ്റെ പല അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തും അല്ലാതെയും ജീവിച്ചിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് പിന്നീട് മനസ്സിലായിട്ടുണ്ട് എത്ര ഒരു വളരെ വളരെ ചെറിയൊരു സബ് കൾച്ചറാണ് ഈ. കാരണം ഞാൻ കടലിൻ്റെ ബീച്ചിൻ്റെ അടുത്ത് വളർന്ന ഒരാളാണ്. അപ്പം റഫി ഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ, അത് എല്ലാവരും പറയും കോഴിക്കോടിനെ കുറിച്ചുള്ള, വളരെ എളുപ്പത്തിൽ പറയും സംഗീതം, ബിരിയാണി, അങ്ങനെ അതിൻ്റെ നന്മ, അങ്ങനെ ഒരു കൺസ്ട്രക്ട്, ആ നന്മ എന്നുള്ള കൺസ്ട്രക്റ്റിനപ്പുറം സത്യമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ബസ് ഇറങ്ങി നമ്മൾ ആ ടൗൺ ഹാളിൻ്റെ സൈഡിലൂടെ നടക്കുമ്പോൾ പോലും എപ്പോഴും പാട്ട് ഉണ്ടായിരുന്ന ഒരു സ്ഥലത്താണ് ഞാൻ വളർന്നിട്ടുള്ളത്. അപ്പോൾ അത് എത്രത്തോളം വളരെ സ്പെസിഫിക് ആണ് കോഴിക്കോട് എന്നുള്ളത് എനിക്ക് എപ്പോഴും, കോഴിക്കോട് വിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സ്ഥലത്തിനോട്, എസ്പെഷ്യലി കേരളത്തിലെ സ്ത്രീകൾക്ക്, നമുക്ക് വളരെ ഒരു ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാവാറുണ്ട് നമ്മൾ വന്ന ഇടങ്ങളോട് തന്നെ. കാരണം പലപ്പോഴും നമ്മൾ പിന്നീട് ജീവിച്ച രീതികൾ അല്ലെങ്കിൽ നമ്മൾ എടുത്ത തീരുമാനങ്ങൾ, നമ്മൾ വളർന്ന ഇടങ്ങൾക്ക് ചിലപ്പം അത് ഉൾക്കൊള്ളാൻ പറ്റായിരിക്കും. നമുക്ക് ആ ഉൾക്കൊള്ളായ്മ, നമുക്ക് അതിനോട് എങ്ങനെ പൊരുത്തണം എന്നോ അല്ലെങ്കിൽ അതിനോട് എങ്ങനെ സമരസപ്പെടണം എന്നൊന്നും ചിലപ്പോൾ നമുക്ക് നമ്മുടെ
20കളിലൊന്നും അത്ര എളുപ്പമല്ല. അത് പല ഫെമിനിസ്റ്റ് ഹിസ്റ്റോറിയൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്, ജയദേവിക അടക്കം. ആ ഒരു പെർട്ടിക്കുലർ മൊറാലിറ്റി, അത് കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മൊറാലിറ്റിയും കൂടിയാണ്, ഈ സ്ത്രീ ശരീരമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട്, ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് നമ്മൾ അതിനോട് എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യണം എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടാണ് എനിക്ക് തിരിച്ച് എൻ്റെ നഗരത്തിൽ, അല്ലെങ്കിൽ ഞാൻ ജീവിച്ച ഇടത്തിലേക്ക് തന്നെ പോയിട്ട് അതിന് ഞാൻ ഇഷ്ടപ്പെടുന്ന ചില ഭാഗങ്ങൾ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൂടെ കൊണ്ട് നടന്ന ചില ഭാഗങ്ങളുടെ ഒരു കാര്യമായിരുന്നു ഈ ഓർമ്മജീവികളിലേക്ക് നയിച്ച ഒരു കാര്യം. എന്ന് വെച്ചാൽ ഈ റഫി ഗാനങ്ങൾ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി മ്യൂസിക് വളരെ ഒട്ടും എലീറ്റ് അല്ലാത്ത ഇടങ്ങളിൽ ആർക്കും കയറി ചെല്ലാൻ പറ്റും. ഇപ്പോഴും കോഴിക്കോട് ടൗൺ ഹാൾ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ മാനാഞ്ചേരിയിൽ വന്നാൽ ആർക്കും കയറി ചെല്ലാൻ പറ്റുന്ന ഒരിടമാണ്. പല ഇടങ്ങളും കേരളത്തിൽ ഇപ്പോഴും അങ്ങനെയല്ല, സ്ത്രീകളടക്കം കയറി ചെല്ലാൻ പറ്റുന്ന ഒരിടം. അപ്പോൾ ആ ഇടങ്ങളിലെ ആൾക്കാർ, ആ ഇടങ്ങളിലെ സംഗീതം, എനിക്കൊന്ന് ഫസ്റ്റ് എല്ലാ ഡോക്യുമെൻ്ററിൻ്റെയും അല്ലെങ്കിൽ എല്ലാ ഡോക്യുമെൻ്ററി ഫിലിം മേക്കറിൻ്റെയും ആദ്യത്തെ ഒരു ഇൻസ്റ്റിങ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പോകുന്നതിന് മുമ്പേ അത് ഡോക്യുമെൻ്റ് ചെയ്യുക. അത് ഇങ്ങനെയും ചരിത്രങ്ങൾ ഉണ്ടായിരുന്നു, ഇങ്ങനെയും മനുഷ്യരുണ്ടായിരുന്നു, ഇങ്ങനെയും ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓഫ്കോഴ്സ് ആ ഇല്ലസ്ട്രേറ്റീവ് ആയിട്ടുള്ള ആ ഒരു സ്ഥലത്ത് നിന്ന് അത് കുറേ കൂടി മുന്നോട്ട് പോകും. നമ്മൾ ആ ടോപ്പിക്കിന് അല്ലെങ്കിൽ നമ്മൾ ആ വിഷയത്തിന് ആഴത്തോടെ അറിയുമ്പോഴാണ് ആ സിനിമ വിടർന്നു വരുന്നത്, വളരെ അതിൻ്റെ ആ ഫസ്റ്റ് ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക്. അങ്ങനെയാണ് ഓർമ്മജീവികൾ ഉണ്ടായത്. അപ്പോൾ ആ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പിന്നെ 2019 എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ കുറേ ഷിഫ്റ്റുകൾ ഇന്ത്യൻ്റെ ചരിത്രത്തിലും ഇന്ത്യൻ്റെ പബ്ലിക് സ്ഫിയറിലും കണ്ടുകൊണ്ടിരിക്കും. അപ്പം സംസ്കാരത്തിനെ കുറിച്ച് കുറേ അധികം ചോദ്യങ്ങൾ ചോദിക്കപ്പെടുന്നു. ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് സംസ്കാരമാണോ ഇന്ത്യയിലെ സംസ്കാരം, അങ്ങനെ ചില ആൾക്കാർ ഓൺ ചെയ്യുന്നതാണോ ഇന്ത്യയിലെ സംസ്കാരം. അപ്പം നമ്മൾ വളർന്ന ഇടത്തിൽ ഇതെല്ലാം പലതരം ആൾക്കാർക്ക് ഓണർഷിപ്പുള്ള സംസ്കാരങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇതും ഇന്ത്യൻ കൾച്ചർ ആണല്ലോ, ഈ പാട്ട് കേൾക്കുന്നതും ഈ കൂടിയിരിപ്പും എല്ലാം. അപ്പോൾ അത് അങ്ങനെ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങിയപ്പോഴാണ് പലതരം മനുഷ്യന്മാർ, എന്താ അത് ഒട്ടും എലീറ്റ് അല്ലാത്ത, അതാണ് അതിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം. റേഡിയോ നന്നാക്കുന്നവർ, റേഡിയോ കളക്ട് ചെയ്യുന്നവർ, റെക്കോർഡ്സ് കേൾക്കുന്നവർ, അല്ലെങ്കിൽ പിന്നെ മെഹഫിൽ എന്ന് പറയുമ്പോൾ തന്നെയുള്ള ഇമാജിനേഷൻ എന്തോ വളരെ എന്താ പറയുക, നമ്മൾ ഈ ചില ഹിന്ദി സിനിമകൾ കണ്ട പോലെ എന്തോ ഒരു ദർബാറിലെ പോലെ. പക്ഷെ നമ്മൾ ഓർമ്മജീവികളിൽ റെക്കോർഡ് ചെയ്ത മെഹഫിൽ എന്ന് പറയുന്നത് വെല്യങ്ങാടിയിലെ ചുമട്ട് തൊഴിലാളികൾ എന്നും ജോലി കഴിഞ്ഞിട്ട് വൈകുന്നേരം വന്നിട്ട് ഒരു സ്പേസിലിരുന്ന് പാടുന്ന മെഹഫിലായിരുന്നു. അപ്പോൾ അത് നമ്മൾ തന്നെ ചിലപ്പം അതിനു മുമ്പ് കോഴിക്കോട് എക്സ്പീരിയൻസ് ചെയ്യാത്ത, നമ്മൾ ഇറങ്ങി ചെല്ലാത്ത ഇടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഓർമ്മജീവികൾ എന്നുള്ള ഡോക്യുമെൻ്ററി ഉണ്ടാകുന്നത്. അത് PSBTൻ്റെ ഒരു ഫണ്ടിങ്ങോടെയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഓരോ ഡോക്യുമെൻ്ററികളും അല്ലെങ്കിൽ ഓരോ അന്വേഷണങ്ങളും ചെന്നെത്തിയിട്ടുള്ള ഇഷ്ടമുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അത് പലപ്പോഴും ഞാൻ വന്നിട്ടുള്ള ഇടത്തു തന്നെയായിരുന്നു. ഇപ്പോൾ നെയ്ത്ത് എന്നുള്ളത് കണ്ണൂർ, എൻ്റെ അമ്മേൻ്റെ വീട് കണ്ണൂരാണ്. എന്നും ജോലിക്ക് പോയിരുന്ന ഒരാളെന്നുള്ളത് അല്ലെങ്കിൽ കൈത്തറി സാരി എന്നുള്ളത് നമ്മുടെ ചെറുപ്പത്തിൽ ഈ റിബേറ്റ് എക്സിബിഷന് പോയി കണ്ടിട്ടുള്ള പർട്ടിക്കുലർ കാര്യമാണ്. അതിൽ നിന്നാണ് അതുണ്ടായിട്ടുള്ളത്. ഇനി ബേക്കറി എന്നുള്ളത്, ഞാൻ എന്നും സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന വഴിയിലൊരു ബേക്കറി ഉണ്ടായിരുന്നു, ലക്കി സ്റ്റാർ. അപ്പോൾ അതിൻ്റെ മണം എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പത്തിൽ പതിഞ്ഞ ആ മണം വേറെ എവിടെയും അനുഭവിക്കാത്ത മണമാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കും അതെന്തായിരിക്കും ഇവിടെ ഇങ്ങനത്തെ ബേക്കറികൾ, ഇവിടെ മാത്രം ഇങ്ങനത്തെ കേക്കുകൾ കിട്ടുന്നത്. അപ്പം ജിഞ്ചർ ബിസ്ക്കറ്റിനെ കുറിച്ചും പറയുകയാണെങ്കിലും വീണ്ടും നമ്മളിങ്ങനെ പലപ്പോഴും സംസ്കാരം അല്ലെങ്കിൽ ഇപ്പോൾ അതിനെ വെറും ഒരു പർട്ടിക്കുലർ ചട്ടക്കൂടുണ്ടല്ലോ, കൊളോണിയൽ അല്ലെങ്കിൽ പോസ്റ്റ് കൊളോണിയൽ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ബേക്ക് ചെയ്യുക എന്നുള്ളത് ഓഫ്കോഴ്സ് നമുക്ക് ബ്രിട്ടീഷുകാരുടെ അടുത്തു നിന്നോ അല്ലെങ്കിൽ നമ്മൾ കോളനൈസ് ചെയ്ത ആൾക്കാരുടെ അടുത്തു നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പർട്ടിക്കുലർ സംസ്കാരമാണ്. പക്ഷെ അതിലേക്ക് മനുഷ്യന്മാർ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസ് എത്തിപ്പെട്ടിട്ടുള്ള റൂട്ടുകളുണ്ട്. അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള റൂട്ടുകളാണ്. അതിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ നവോത്ഥാന പ്രസ്ഥാനത്തിനുള്ള എന്താ പറയുക ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, മിഷനറീസിനുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് വളരെ ഏകപക്ഷീയമായിട്ട് ഒരു എന്താ പറയുക ഒരു കോളനൈസറിന് ഇഷ്ടമുള്ള സാധനം എന്നുള്ളതിലപ്പുറം അത് വളരെ കോംപ്ലക്സ് ആയിട്ടാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ റീജിയനിൽ ഉണ്ടായി വരുന്നത്. അപ്പോൾ അതിൻ്റെ ലേബർ ഹിസ്റ്ററീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഇപ്പോൾ ഇന്ത്യൻ ആയിട്ട് കാണുന്നത് അല്ലെങ്കിൽ എന്താണ് നമ്മുടേതായിട്ട് കാണുന്നതെന്നുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ആ ചില തരം ലേബർ ഹിസ്റ്ററീസ് നമ്മൾ നോക്കാണ്ടിരിക്കുകയും ചിലതിനെ മാത്രം എന്താ പറയുക നമ്മുടേതാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു തലത്തിൽ നിന്നാണ് ഈവൻ ജിഞ്ചർ ബിസ്ക്കറ്റും ഉണ്ടായി വന്നത്. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സുധര സിനിമകളിലൊന്നെന്ന് ഞാൻ വാപ്പയാണ്. കാരണം അത് എൻ്റെ
എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ വർക്കുകളും ചെയ്തിട്ടുള്ള ഒരാൾ മാത്രമാണ്, സുധ മാത്രമാണ്. അതായത് അതിൻ്റെ സിനിമാറ്റോഗ്രഫി മുതൽ എഡിറ്റിംഗ് മുതൽ അതിൻ്റെ മൊത്തം ഒരുക്കിയത്. അല്ല വേറൊരാളുടെ, ഇപ്പോൾ നമ്മൾ സിനിമ എന്ന് പറയുന്ന ഒരു കളക്റ്റീവായിട്ടുള്ള ആർട്ടായിട്ട് കാണുകയും അതിനകത്ത് പലതരത്തിലുള്ള കൊളാബറേഷൻസ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇത് ഒറ്റയ്ക്ക് ഒരാൾ ചെയ്യണം. അപ്പോൾ എനിക്ക് പലപ്പോഴും ആ സിനിമ കാണുമ്പോൾ തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ന്യൂ വേവിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ലോഗൻ ഉണ്ടായിരുന്നു. അതായത് ക്യാമറ ലൈക്ക് എ പെൻ, അങ്ങനെ ലിബറേറ്റ് ചെയ്യുന്ന ഒരു 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 എസ്തെറ്റിക്സിനെയാണ് ന്യൂ വേവിൻ്റെ ഒരു എസ്തെറ്റിക്സ് ആയിട്ട് ലോകം കണ്ടത് എന്ന് പറയുന്ന പോലെ ഒരു എഴുത്താണ്. അത്രയും ആയാസകരമായ ഒരു ഒരു എഴുതുന്ന ഒരു തരം ഫിലിം മേക്കിംഗ് ആയിട്ടാണ് എനിക്ക് വാക്ക് വേ. അറ്റ് ദ സെയിം ടൈം അത് പവർഫുള്ളായിട്ടുള്ളൊരു സിനിമയായിരുന്നു. കാരണം പൊതു ഇടത്തിൻ്റെ അവകാശി ആര്, അതിനകത്ത് ഒരു സ്ത്രീ പൊതുവിടത്തിൽ എന്താണ് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചൊരു സിനിമയായിരുന്നു. ആ സിനിമയിൽ ചെയ്യുമ്പോഴുണ്ടായ അനുഭവം എന്തായിരുന്നു, അതിന് ശേഷം അതിനെക്കുറിച്ചിട്ടുള്ള ഒരു റിഫ്ലക്ഷൻസ് എന്താണ്? അത് ശരിക്കും ഒരു സിനിമ എന്ന് തന്നെ വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അതൊരു വീഡിയോൻ്റെ ഒരു ഫോമിൽ എൻ്റെ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്ത ഒരു 25 മിനിറ്റുള്ള സിനിമയാണ്. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ കോവിഡിൻ്റെ ഒരു സമയമായതുകൊണ്ട് നമുക്കൊന്നും പ്രാക്ടീസോ അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള എക്സ്പ്രഷൻ ഒന്നും സംഭവിക്കാത്തൊരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് എനിക്ക് എന്നെ സംബന്ധിച്ചോളം ആ സമയത്ത് എല്ലാവർക്കും മീനിങ് മേക്കിംഗ് നടക്കുന്നില്ലല്ലോ. നമുക്ക് ഒന്നും കമ്മ്യൂണിറ്റി ഇല്ല, നമ്മുടെ സ്പേസ് ഇല്ല. ആ സമയത്ത് ചെയ്ത ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് എന്നെ പേഴ്സണലി എനിക്കത് ഇമ്പോർട്ടൻസ് ഉള്ളൊരു സിനിമയാണ്. പിന്നെ ഡെഫിനറ്റ്ലി യെസ്, നമുക്ക് ഈ നേരത്തെ ഞാൻ പറഞ്ഞ ചോദ്യം, സ്ത്രീകളും ഈ വന്ന ഇടങ്ങളും തമ്മിലുള്ള ബന്ധം എന്നുള്ളത് എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടും വാക്ക് വേ, ആ ക്വീൻസ് വാക്ക് വേ എന്നുള്ള ഇടങ്ങളിൽ ശരിക്കും ഇടം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഭാഗത്ത് വളരെ 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 വലിയ അപ്പാർട്ട്മെന്റ്സും ഒരു ഭാഗത്ത് ഒരു വാക്ക് വേയുമാണ്. അപ്പം അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ഉണ്ടല്ലോ. അതിൽ ഓരോ മനുഷ്യന്മാരുടെ അനുഭവം എന്താണ്, അതിൽ ആർക്കാണ് അവിടെ ഇരിക്കാൻ സ്വാതന്ത്ര്യം. ഇപ്പോഴും ഇപ്പം നമ്മൾ കേരളം ഓഫ് കോഴ്സ് മാറി എന്ന് പറയുമ്പോഴും അവിടെ ഒരു തരം ഒരു രണ്ട് വ്യക്തികൾക്ക് ഒരുമിച്ച് ഇരിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത അല്ലെങ്കിൽ സ്പേസുകളില്ലാത്ത അവസ്ഥകൾ ഒക്കെ ഇപ്പോഴും റിവീൽ ചെയ്യപ്പെടുന്നു. അതിനെ അവിടെയുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ എങ്ങനെ കാണുന്നു, അവരുടെ നിസ്സഹായത എന്താണ് ആ പർട്ടിക്കുലർ കാര്യങ്ങളുമായിട്ട്, ആ സ്പേസുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അതിനെ കവർ ചെയ്യുന്ന സമൂഹത്തിന്റെ മൊറാലിറ്റി എങ്ങനെയാണ് ഒരു വിജിലാന്റിസം പോലെ അവിടെയുള്ള മൈഗ്രന്റ് വർക്കേഴ്സ്. അതിൽ ആ സിനിമയിൽ തന്നെ ബേൽ ഉണ്ടാക്കുന്ന ഒരു രാജസ്ഥാനി ഉണ്ട്, ഐസ്ക്രീം വിൽക്കുന്ന ഒരു അസാമി ആയിട്ടുള്ള വർക്കർ ഉണ്ട്. അപ്പൊ അവരെല്ലാവരും കേരളം എന്നുള്ള ഇടത്തിനോടും ആ സ്പേസിനോടും എല്ലാം എങ്ങനെ എൻഗേജ് ചെയ്തു എന്നുള്ളത്, അല്ലെങ്കിൽ കാസർഗോഡിൽ നിന്ന് എറണാകുളത്തേക്ക് വന്നിട്ട് ജോലി ചെയ്യുന്ന ഒരു ഊബർ ഡ്രൈവർ ഉണ്ട്. അപ്പം പലതരം മനുഷ്യന്മാരെങ്ങനെയാണ് ഈ സ്പേസ് എന്താണ് പബ്ലിക് ആയിട്ടുള്ള സ്പേസ്. അപ്പം അതിൽ തന്നെ നമ്മൾ ചോദിക്കണം, അതിൽ ഒരു അമ്പലം നമ്മൾ അതിൽ പാസ് ചെയ്യുന്ന സമയത്ത് ഒരു ഉത്സവം നടക്കുന്നുണ്ട്. അപ്പം ഉത്സവം ഒരു പബ്ലിക് സ്പേസ് ആണോ ഇപ്പോൾ, അങ്ങനെ പലതരം ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റിയ ഒരു റിഫ്ലക്ഷൻ, ഒരു ഡയറി ആയിട്ട് മാത്രം ആണ് വാക്ക് വേ ഇരിക്കുന്നത്. ഇനി കമ്മിങ് ബാക്ക് ടു കമൽസ് ഫിലിംസ്, പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. നമ്മൾ എന്ത് തരം സിനിമ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. അതല്ലാതെ ഓഫ് കോഴ്സ് നമുക്കൊരു ചോയ്സ് ഉണ്ടല്ലോ, നമ്മൾ ഇങ്ങനത്തെ ഒരു സിനിമയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് സിനിമയാണല്ലോ ഇപ്പോൾ ആഘോഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കപ്പെടുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സിനിമയൊക്കെ നിലനിൽക്കുന്നതിൻ്റെ ഇടയിൽ പോലും ഐഡിയ ആണെങ്കിലും അതിനോട് തുടർച്ചയായിട്ട് പടയാണെങ്കിലും റിയൽ ആയിട്ടുള്ള ഇവൻറ്റ്സ് അല്ലെങ്കിൽ എന്താ പറയുക, റിയലിസ്റ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നുണ്ടാവുന്ന കഥാതന്തുക്കൾ, അതിൻ്റെ ഫോമും അത് തന്നെ ആയി നിൽക്കുമ്പോൾ അതൊരു ലിമിറ്റേഷനും കൂടിയാണല്ലോ നമ്മളൊരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ അങ്ങനെ ആലോചിക്കുമ്പോൾ. അതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നത് എപ്പോഴും കമൽ എന്നുള്ള ഫിലിം മേക്കർ? ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോഴും ഒരു സിനിമയുടെ സ്റ്റുഡൻ്റാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ എപ്പോഴും ഒരു തികഞ്ഞ അർത്ഥത്തിൽ ഒരു ഫിലിം മേക്കറായി എന്നുള്ള ഒരു രീതിയിൽ, ഇപ്പം നമ്മൾ ചെയ്യുന്ന സിനിമ ചിലപ്പോൾ നന്നാവാം, അല്ലായിരിക്കാം, പക്ഷെ എന്നാലും ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടല്ല ഞാനൊരിക്കലും സിനിമയെ കണ്ടിട്ടുള്ളത്. കാരണം അത് ഡെഫിനറ്റ്ലി അതൊരു എക്സ്പ്രഷനാണ്. അറ്റ് ദ സെയിം ടൈം അത് ഏറ്റവും ഒരു ഏണസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനായിട്ട് കാണുമ്പോൾ നമുക്ക് പരിചിതമായിട്ടുള്ള ഫോമുകളിൽ നിന്ന് മെല്ലെ ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ റിയലിസ്റ്റിക്
ആയിട്ടുള്ള ഭാവുകത്വത്തിന് അപ്പുറത്തേക്ക് കിടക്കാനുള്ള ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് ഏറ്റവും ഫാൻറ്റാസ്റ്റിക്കലായിട്ടുള്ള ഒരു കഥയും അല്ലെങ്കിൽ അതുപോലുള്ള ഒരു 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 ഇടവും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരിക്കെ ഈ ഇത് നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു ഇടമായതുകൊണ്ടും ഡയറക്റ്റായിട്ട് ഉള്ള ഒരു ഇമോഷണൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ആയതുകൊണ്ടും അപ്പം അതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഈ ഇപ്പം ഈ 2 സിനിമയും ഉണ്ടായി വരുന്നത്. പിന്നെ ഓരോ സിനിമകളും ഉണ്ടാവുന്നത് ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10 സ്ക്രിപ്റ്റുകളെങ്കിലും എഴുതിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ 10 സ്ക്രിപ്റ്റുകളും ചിലപ്പോൾ അത് സിനിമയായി മാറുകയാണെങ്കിൽ അതിന് 10 തരത്തിലുള്ള ഭാവുകത്വങ്ങളുള്ള സിനിമയായിരിക്കും. പക്ഷെ എന്തുകൊണ്ടോ നമ്മളുടെ ഈ ഒരു ഞാൻ വർക്ക് ചെയ്ത് ഈ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിൻ്റെ ഒരു ഡീക്കേഡിൻ്റെ ഒരു സെൻസിബിലിറ്റി തന്നെ ഒരു റിയലിസത്തിൽ വളരെയധികം റൂട്ടഡ് ആയതുകൊണ്ട് കൂടിയാണ് എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ട് വന്നത്, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലേക്കുള്ള പുതിയൊരു ഇടങ്ങളിലേക്കൊക്കെ പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പിന്നെ ഇപ്പോൾ മലയാള സിനിമയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മലയാള സിനിമയ്ക്ക് ഉണ്ടായൊരു ടേൺ ഉണ്ടായിരുന്നു. അതായത് ഒരു ഒരു 2010 ശേഷമൊക്കെ ഉണ്ടാവുന്ന ഒരു ടേൺ, നമ്മൾ ന്യൂജൻ സിനിമ എന്ന് വിളിക്കുന്ന ആ ഒരു ടേണിൽ പ്രധാനമായിട്ട് ഉണ്ടായത് ഈ ഒരു തരത്തിലുള്ള ഒരു റിയലിസത്തിനോടുള്ള ഒരു ആഭിമുഖ്യം. ഞാൻ ആഭിമുഖ്യം എന്നേ വിളിക്കുകയുള്ളൂ അതിനെ. ആ ആഭിമുഖ്യം ആ സിനിമകളുടെ എല്ലാത്തിൻ്റെ ഒരു പൊതു സ്വഭാവമായിരുന്നു. അപ്പോൾ കാഴ്ചക്കാരനെ സംബന്ധിച്ചും അവർക്കും അത് കാണാനായിരുന്നു ഇഷ്ടം. കാരണം ആ സിനിമയുടെ അതിഭാവുകത്വം എന്ന് പറയുന്നത് പ്രേക്ഷകനെ സംബന്ധിച്ച് തന്നെ ചെടിപ്പിക്കുന്ന ഒന്നായി മാറിയിരുന്നു. അപ്പോൾ അല്ലാത്ത ഏറ്റവും റിയൽ ആയിട്ടുള്ള, ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള, ഏറ്റവും അർജൻറ്റായിട്ടുള്ള, ഏറ്റവും സെൻസോറിയൽ ആയിട്ടുള്ള ഒരു 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 അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് പ്രേക്ഷകനെ ഇഷ്ടപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതൊരു വേവായിട്ട് അല്ലെങ്കിൽ ഒരു തരംഗമായിട്ട് മലയാള സിനിമയിൽ ഉണ്ടാവുന്നതും. അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പട എന്ന് പറയുന്ന ഒരു സിനിമ ഒരു മെയിൻ സ്ട്രീം സ്പേസിലേക്ക് ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം അറിയുന്നുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതൊരു കൺവെൻഷനലായിട്ടുള്ള ഒരു ഒരു മലയാളത്തിലെ ഒരു സിനിമ ആയിരുന്നില്ല. കാരണം അതൊരു അഗെയിൻ ഒരു എന്താണ് പറയുക, ഒരു ഹാർഡ് നെഗറ്റീവ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് നെഗറ്റീവ് എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിലുള്ള ഒരു ഇതാണ്. അതിനകത്ത് വേറെ തരം മിശ്രിതങ്ങളൊന്നുമില്ല, അതിനകത്ത് സോങ് സീക്വൻസുകളില്ല, അതിനകത്ത് അനാവശ്യമായിട്ടുള്ള ഒരു ആക്ഷൻ സീക്വൻസുകളില്ല. അപ്പം അത്തരത്തിലുള്ള ഒരു 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 നേരെ പറയുന്ന ഒരു കഥ എന്ന് പറയുന്നത് ആ സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദശാബ്ദത്തിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു റിയലിസത്തിൻ്റെ ഒക്കെ ഒരു സെൻസിബിലിറ്റിയെ തന്നെ എന്താണ് പറയുക, ഒരു അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒന്നായതുകൊണ്ട് കൂടിയാണ് അത് ഉണ്ടായി വന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് സിനിമ ഇതിനൊക്കെ അപ്പുറത്തേക്കും അല്ലെങ്കിൽ ഇതിലും അപ്പുറത്തേക്കുള്ള വിവിധ ഭാവുകത്വങ്ങൾക്ക് അവസരം തരുന്ന ഒരു മീഡിയം കൂടി ആയതുകൊണ്ട് ഞാൻ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. ഇത് പറഞ്ഞു വന്നുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. കാരണം ഇപ്പം ശരിക്കും ഒരു ആക്ടർ അസോൾട്ട് കേസിന് ശേഷം, അതിനുശേഷം WCC ഉണ്ടായി, നമ്മുടെ മെയിൻ സ്ട്രീം ആയിട്ടുള്ള മലയാളം സിനിമയിൽ പലതരം, ആക്ച്വലി നമ്മുടെ എല്ലാം ശ്രദ്ധ മലയാളം സിനിമയിൽ മെയിൻ സ്ട്രീം ആയിട്ടുള്ള സിനിമേൻ്റെ പലതരം പ്രശ്നങ്ങളോട് ഉണ്ട്. അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ, ഇപ്പോൾ ഒരു ICC ഉണ്ടാവുകയാണെങ്കിലും അങ്ങനെ പലതരം മാറ്റങ്ങൾ അതിലുണ്ടാവുന്നുണ്ട്. ഒരു ഭാഗത്ത് ഒരു രീതിയിൽ മീഡിയ അറ്റൻഷനും എല്ലാം കിട്ടുന്നത് ആ ഒരു ഇൻ്റർവെൻഷനോടാണ്, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ അതല്ലാതെ കേരളത്തിന് ശരിക്കും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിലിം സൊസൈറ്റി മൂവ്മെൻറ്റ് ഉണ്ട്. അത് ഒരു കൾച്ചറൽ ലെഫ്റ്റ് എന്ന് പറയാവുന്ന ഒരു ഇടത്തിൽ ഉടലെടുത്ത് അത് ഉണ്ടാക്കിയിട്ടുള്ള പലതരം മാറ്റങ്ങളുണ്ട്. അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരാളാണ് കമൽ. അപ്പം ഇപ്പോഴും ഡെഫിനറ്റ്ലി അതിൻ്റെ അറ്റംപ്റ്റ്സ് പല സ്ഥലത്ത് നടക്കുന്നുണ്ട്. കോഴിക്കോടാണെങ്കിലും ഇപ്പം മിനിമൽ സിനിമ അല്ലെങ്കിൽ ന്യൂ വേവ്, പല പല ചെറിയ ഫിലിം സൊസൈറ്റികൾ കേരളത്തിൽ പല സ്ഥലത്തും ആക്റ്റീവ് ആണെങ്കിലും ഇൻഡിപെൻഡൻറ്റ് സിനിമയെ കുറിച്ച് ഇപ്പം നമ്മളിപ്പം 70-കൾക്ക് ശേഷം അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ 80s ഒക്കെ വരെ വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ശ്രദ്ധ ഉണ്ടല്ലോ. അതിലെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളതിൻ്റെ മാത്രം പ്രശ്നങ്ങളല്ലാതെ എന്തായിരിക്കണം, എന്താ പറയുക, പലതരം ഫോംസ് ഓഫ് എക്സ്പ്രഷൻ, അത് എന്ത് തരം രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്, അങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള ചർച്ചകൾ ഇപ്പം ഇതിന് കിട്ടുന്ന പോലത്തെ ഒരു അറ്റൻഷൻ കിട്ടാറില്ല. ഇപ്പം കമൽ എന്താണ് വിഭാവനം ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഓരോ സിനിമയെ നമ്മൾ
പേരിട്ട് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് സിനിമ എന്ന് പറയുന്ന ഒരു ഇടം തന്നെ കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നുണ്ട്. കാരണം നമ്മൾ എന്തിനെയാണോ ഇൻഡിപെൻഡൻറ്റ് സിനിമ എന്ന് പറഞ്ഞ് ഇപ്പോൾ 60കളിൽ അല്ലെങ്കിൽ 70കളിലൊക്കെ വിളിച്ചിരുന്നത്, ആ ഇടം അല്ലാതെ അത് വേറൊരു തരത്തിലുള്ള പുതുക്കലുകൾ ഉണ്ടായിട്ടുണ്ട്, അതിനകത്ത് കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രം തന്നെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ 1947 48 സത്യത്രയൊക്കെ തുടങ്ങുന്ന ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം, അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ഒരു സമാന്തരമായിട്ടുള്ള ഒരു സിനിമാ സംസ്കാരം, അത് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ തുറക്കുന്ന വാതിലുകൾ, കൂടുതൽ ലോക സിനിമയോട് തുറക്കുന്ന വാതിലുകൾ, അപ്പോൾ അത് സ്വാംശീകരിക്കുന്ന സിനിമയുടെ പുതിയ തരം ഭാവുകത്വങ്ങൾ എല്ലാം ചേർന്ന് വന്നിട്ടാണ് ഇത്തരത്തിൽ. ഒപ്പം തന്നെ അതിൻ്റെ അനുരണനങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള ഇന്ത്യൻ സിനിമകൾ, അതിനെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം ഒരു പുതിയ സിനിമ സംസ്കാരത്തിന് തുടക്കം കുറിക്കുന്നത്. കാരണം അന്ന് തിയേറ്ററുകളിൽ വരുന്ന മുഖ്യധാര സിനിമകൾ അല്ലാതെ ജനത്തിന് ഇത്തരത്തിലുള്ള സിനിമകൾ കാണാനുള്ള സാധ്യതകളും ഇല്ലായിരുന്നു. പിന്നീട് അതിനുശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഇൻഡിപെൻഡൻറ്റ് സിനിമയ്ക്കും ഒരു തരത്തിലുള്ള ഹൈറാർക്കിക്കലായിട്ടുള്ള പൊസിഷനിങ് ഉണ്ടാവുന്നതാണ്. ഫിലിം സൊസൈറ്റികൾ, ഫിലിം ഫെസ്റ്റിവലുകൾ, അതിൽ കിട്ടുന്ന അവാർഡുകൾ ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ വീണ്ടും അത്തരത്തിലുള്ള ഒരു, ഈവൻ ദോ ഇറ്റ്സ് എ പാരലൽ സ്പേസ്, അതിൻ്റെയും ഒരു ഹൈറാർക്കി രൂപപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് നമുക്ക് പിന്നീട് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഒരു ടെക്നോളജി സിനിമയിലേക്ക് വന്നതിന് ശേഷം, അല്ലെങ്കിൽ നമ്മൾ മുമ്പ് വിഭാവനം ചെയ്ത ഡിജിറ്റൽ വരുമ്പോൾ അത് എങ്ങനെ ഡെമോക്രറ്റൈസ് ചെയ്യും ഈ ഒരു മീഡിയത്തെ എന്ന് പറഞ്ഞത് ഇപ്പോൾ കുറച്ച് പതുക്കെയാണെങ്കിലും ഇന്ത്യയിൽ അത് ഉണ്ടായി വരുന്നു. ഇപ്പോൾ ഞാൻ 2011 അല്ലെങ്കിൽ 12 റിലീസായ ID ചെയ്യുന്ന സമയത്തും ആ ഒരു ഡിജിറ്റൽ എന്ന് പറയുന്ന ഒരു സാങ്കേതികതയാണ് അത്തരത്തിലുള്ളൊരു സിനിമ ചെയ്യാൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു പണമോ അല്ലെങ്കിൽ ക്യാപിറ്റലോ ഇല്ലാതെ ഒരു സിനിമ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു 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 ആർക്കും ആ ഒരു സ്വപ്നം, ഞാൻ ആ സിനിമ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള എല്ലായിടങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇത് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിനിമയാണിത്. അതാണ് നമ്മളുടെ ഉദ്ദേശവും. കാരണം ഞങ്ങൾ ഇൻഡസ്ട്രിയിൽ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഫിലിം പ്രൊഫഷണലുകളായിട്ടിരിക്കുമ്പോൾ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ നിന്ന് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വഴി തുറക്കുക എന്ന് പറയുന്ന രീതിയിൽ ID വന്നത്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ഇന്ന് ഈ ഡിജിറ്റൽ ടെക്നോളജി വന്നതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ആ ഇൻഡിപെൻഡൻറ്റ് സ്പേസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ആഴത്തിലേക്ക്, അല്ലെങ്കിൽ ആളുകൾ അല്ലെങ്കിൽ കൂട്ടങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സിനിമകൾ, അത് ചിലപ്പോൾ അത് ഉണ്ടാക്കുന്ന പുതിയ ഭാവുകത്വങ്ങൾ ഉണ്ട്. അതുമുണ്ട്. ഡിജിറ്റൽ അതിൻ്റെ ഒരു ഡിജിറ്റലാലിറ്റി ഉണ്ടാക്കുന്ന ഭാവുകത്വമുണ്ട്. അപ്പോൾ ആ സിനിമകളൊന്നും പലപ്പോഴും നമ്മൾ ഈ പറയുന്ന ഈ ഹൈറാർക്കിക്കലായിട്ടുള്ള സ്പേസുകളിലേക്ക് ഇടം കിട്ടുന്ന സിനിമകൾ ആയിരിക്കില്ല. അല്ലെങ്കിൽ സ്ഥിരം നമ്മളിപ്പോൾ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ ഫണ്ടിങ്ങിനെ കുറിച്ച് മോശമായിട്ട് പറയുന്നതല്ല, മറിച്ച് നിങ്ങൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ഫണ്ടിങ്ങിലൂടെ ഒരു സിനിമ ചെയ്യുന്നു. ആ സിനിമ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നമ്മുടെ രാജ്യത്ത് പ്രതിദാനം ചെയ്തുകൊണ്ട് അതിനൊരു അവാർഡൊക്കെ കിട്ടുമ്പോഴും അവിടെ അത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുമ്പുള്ള ആ ഒരു കാഴ്ചയുടെ, അല്ലെങ്കിൽ ആ ഒരു ദ വേ വി ലുക്ക് അറ്റ് ദ ഇൻഡിപെൻഡൻറ്റ് സ്പേസ്, ആ രീതിയിൽ അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഡിപെൻഡൻറ്റ് സ്പേസിൻ്റെ അവകാശികൾ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇത്തരത്തിലുള്ള മാർജിനലായിട്ടുള്ള ഇടങ്ങളിൽ നിന്ന് ഉണ്ടായി വരുന്ന സിനിമകളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഇൻഡിപെൻഡൻറ്റ് സിനിമ എന്ന് പറയുന്ന ആ ഒരു ഇടം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഈ ഒരു ഡിജിറ്റൽ കാലത്ത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചെറിയൊരു സംഭാഷണം, ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു സംഭാഷണം നടത്താനുള്ള ഒരു അവസരം തന്ന വ്യൂ മീഡിയയ്ക്ക് ഞങ്ങൾ രണ്ടുപേരെ നന്ദി.